എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല മടിയുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. തക്കാളി ചോറാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 2 കപ്പ് ബാസ്മതി റൈസ് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊരു അരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഒരു പ്രഷർ കുക്കറിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 2 ഏലക്കയും 3 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ജീരകം ഒന്ന് ചേർക്കണം. ചെറിയ ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അടുത്തതായിട്ട് നമുക്ക് സവാളയാണ് ചേർക്കാനുള്ളത്. 1 സവാളയാണ് ഞാൻ ചേർക്കുന്നത്. ഈ സവാള ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയിട്ട് ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കണം. 3 തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഇതാദ്യം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റെങ്കിലും എടുക്കും ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാകത്തിന് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാനുണ്ട്. മല്ലിയില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിയാണ് ചേർക്കേണ്ടത്. അരമണിക്കൂറാണ് ഞാനിത് കുതിർത്ത് വെച്ചിരുന്നത്. അരമണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതിന് മുമ്പ് അരി കഴുകിയെടുക്കണം. അരമണിക്കൂറിന് ശേഷം വീണ്ടും ഇത് കഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അരിയൊക്കെ പൊടിഞ്ഞു പോകും. ഈ അരിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2 കപ്പ് അരിക്ക് 3.25 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ച് ഇത് വേവുന്നതിൻ്റെ സമയത്തിലൊക്കെ മാറ്റം വന്നേക്കാം. ഞാൻ ദാവത്ത് ബ്രാൻഡിൻ്റെ ബാസ്മതി റൈസാണ് ഉപയോഗിച്ചത്. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മടിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കറികളൊക്കെ തയ്യാറാക്കാൻ താല്പര്യമില്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ നമുക്ക് ടൊമാറ്റോ റൈസ് പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ആദ്യം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് സൈഡിൽ നിന്നും ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.